ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് റൂട്ടീനാണ്. ഇതിൽ അന്നത്തെ ദിവസം ഒരു ബെഡ്റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഒരു ഞായറാഴ്ച എടുത്ത വ്ളോഗാണ്. ഞായറാഴ്ച പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ലൈറ്റായിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കലുണ്ട്, പക്ഷേ എല്ലാം ഉണ്ടാക്കൽ കുറച്ച് ലേറ്റായിട്ടാണ്. എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഞായറാഴ്ച മാത്രം എല്ലാവരും എഴുന്നേൽക്കാനും ലേറ്റാവും. പക്ഷെ അന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിന്. ഇപ്പം ഡീപ്പ് ക്ലീനിങ് ഇല്ലതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കലുണ്ട്. ഒരു 1-2 മണിക്കൂർ ഓരോ ഭാഗം അങ്ങനെ ക്ലീൻ ആക്കിയിട്ടാണ് പോകുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്, ഒരു ചേച്ചി വരലുണ്ട് എനിക്ക് വൃത്തിയാക്കാൻ വേണ്ടി. പക്ഷേ ചേച്ചിക്ക് മാസത്തിൽ ഒരിക്കോ 2 വട്ടം അങ്ങനെ വരാൻ പറ്റുള്ളൂ. അവർ വേറെ പണിക്കെല്ലാം പോകുന്നതാണ്, തൊഴിലുറപ്പിൻ്റെ അങ്ങനെ പണിക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ദിവസമൊന്നും ഇങ്ങനെ വൃത്തിയാക്കാനൊന്നും കിട്ടൂല. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും. നമ്മളിങ്ങനെ കാണുന്ന പോലെ അല്ലല്ലോ, ഓരോ ഭാഗം ഇങ്ങനെ ക്ലീനാക്കി പിന്നെ ചേച്ചി ഞാൻ വിളിക്കും, അത് മുറ്റം എല്ലാം ഒന്ന് ക്ലീനാക്കണം. പിന്നെ അതന്നെ ഒരു ദിവസത്തെ പണിയുണ്ടാവും. ചെടിച്ചട്ടിയും എല്ലാം ഒന്ന് കഴുകി എല്ലാം മുറ്റത്ത് തന്നെ ഒരു ദിവസത്തെ പണിയുണ്ടാവും. പിന്നെ ഉള്ളിലെടുക്കാൻ സമയം അങ്ങനെ കിട്ടൂല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓരോ ദിവസം ഇങ്ങനെ 1-2 മണിക്കൂർ ഇങ്ങനെ ചെയ്താൽ നമുക്കും ടയേർഡാവില്ല. പിന്നെ നമ്മളത് ഇങ്ങനെ വേറൊരാൾ വന്നിട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ചെയ്യലാന്ന്. പിന്നെ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടേ ഉണ്ടാക്കണ്ടു. പൊതുവേ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങൽ. പക്ഷേ ഇന്ന് ഇക്ക രാവിലെ വാർപ്പിൻ്റെ മുകളിൽ നല്ലോണം ഇങ്ങനെ ഇതുണ്ടാവില്ലേ, പാവി എല്ലാം പറ്റി പിടിച്ചിട്ട് പൂപ്പൽ ഇങ്ങനെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ തന്നെ അമ്മ പറയില്ല, എനിക്ക് അറിയില്ല. എന്നിട്ട് അപ്പോൾ അതൊരുപാട് ടൈം എടുക്കും കേട്ടോ. ഈ മഴ വരുന്നതിന് മുന്നേ തന്നെ അതെല്ലാം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ മഴ പെയ്താൽ പറ്റി പിടിച്ചാൽ പിന്നെ വൃത്തിയാക്കാൻ പണിയല്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ നോമ്പിന് മുന്നേ തന്നെ ഇങ്ങനെ എല്ലാം വൃത്തിയാക്കണ്ട, അതിലിക്ക ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. പിന്നെ ഇതിൽ തന്നെ കുറേയെല്ലാം മേലെ ഭാഗത്തൊന്നും എനിക്ക് എത്തൂല കേട്ടോ. ഇപ്പോൾ AC-ൻ്റെ മുകളിലൊന്നും എനിക്ക് തുടക്കാനൊന്നും എത്തൂല, അതെല്ലാം ഇക്കാനെ കൊണ്ട് തന്നെ ചെയ്യിക്കൽ. പിന്നെ അതുകൊണ്ട് തന്നെ മുകളിൽ വൃത്തിയാക്കാൻ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇക്ക ഇങ്ങനെ ഒരു 10-11 മണിയാവും താഴേക്ക് വരാൻ. അപ്പോൾ അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ ഈ ക്ലീനിങ് ചെയ്യാൻ പിന്നെ ഒരു മൂഡും ഉണ്ടാവില്ല. എനിക്ക് രാവിലെ നല്ലൊരു എനർജിയാണ്, എല്ലാ ദിവസവും ഒരുപോലെ അല്ല. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ക്ലീൻ ചെയ്യാനും എല്ലാം ഒരു എനർജി കിട്ടും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്നാമത് വീഡിയോയും കൂടി എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ മടി പിടിക്കും. വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 1-2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് 4 മണിക്കൂർ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഒരു ബെഡ്റൂമേ ഞാൻ ഇന്ന് ക്ലീൻ ആക്കുന്നില്ലു. അപ്പോൾ ഒരു 1-2 മണിക്കൂർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെയെല്ലാം ഒരു ടൈം പ്ലാൻ ആക്കിയിട്ടാണ് ഇറങ്ങുന്നത്. ഇതിൽ കാണുമ്പോൾ 5 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഓരോ ഭാഗം കട്ട് ചെയ്തിട്ട് എന്നെ മുഖം കാണുന്ന ഭാഗം കട്ടെല്ലാം ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ മുഴുവനായിട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ അങ്ങനെ മുഖം കാണിക്കാത്തത് കൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. പിന്നെ ഇത് 2 മണിക്കൂർ എടുത്തിന് കേട്ടോ ഈ റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ 5 മിനിറ്റ് കൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കാണുന്നവർക്കും ബോറന്നെ ആയിരിക്കുമല്ലോ, എല്ലാവരും ചെയ്യുന്ന പണി തന്നെ അല്ലേ. പിന്നെ കുറച്ച് ആൾ ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന് ക്ലീനിങ് എല്ലാം ചെയ്യുന്ന വീഡിയോ എടുക്കുമെന്ന്. പിന്നെ ഇപ്പം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇടാത്ത, എൻ്റെ പേഴ്സണൽ എന്തെല്ലോ തിരക്കുകൊണ്ടാണ് കാര്യത്തിൻ്റെ ഒരു തിരക്കുണ്ടായിന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലേറ്റായിന്, സോറി. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീനിങ്ങും കുറേ ലേറ്റായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഒരു മാസം മുന്നേ ഇറങ്ങും ഇങ്ങനത്തെ ചെറിയ ക്ലീനിങ് അല്ല, കബോർഡും കാര്യങ്ങളും അതെല്ലാം ക്ലീനാക്കാൻ വേണ്ടി. പക്ഷേ ഇപ്രാവശ്യം കുറേ ലേറ്റായി. ഇനി എന്തെല്ലോ പണിയുണ്ട് അത്ര.
അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റുന്നത്ര ഞാൻ വീഡിയോ ഇടാൻ നോക്കാം. പിന്നെ ഈ ബെഡ്റൂമിലുള്ള കബോർഡും കാര്യങ്ങളെല്ലാം ഞാൻ തലേ ദിവസം രാത്രി ക്ലീനാക്കി. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം രാത്രിയാണ് കേട്ടോ ക്ലീനാക്കാൻ ഒരു എളുപ്പം തോന്നൽ. എന്താ വെച്ചാൽ എല്ലാം വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, ആരെങ്കിലും വന്നുവോ വരുമോ അങ്ങനത്തെ എല്ലാം ടെൻഷനാണ്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ അതെല്ലാം ക്ലീനാക്കി. ഇനി വേണ്ടാത്തത് ഡേറ്റ് പോയ മരുന്ന് എല്ലാം കളയുക. നമ്മളിത് പിന്നീട് ഉപകരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുമ്പോൾ കേട്ടോ ഒരുപാട് പണിയാകുന്നത്. പിന്നെ ഡ്രസ്സും അങ്ങനെ തന്നെ നമ്മൾ ഇടാത്തതും ഉപയോഗിക്കാത്ത ഡ്രസ്സും ഉണ്ടെങ്കിൽ ഇടുന്നവർക്ക് കൊടുക്കുക കേട്ടോ, നല്ലതാണെങ്കിൽ. അപ്പോൾ അതെല്ലാം ഞാൻ തലേ ദിവസം തന്നെ അതെല്ലാം വൃത്തിയാക്കി വെച്ചിന്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് തുടക്കാൻ മാത്രമില്ല, അതന്നെ 2 മണിക്കൂർ എടുത്തിന് കേട്ടോ എല്ലാം ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യും എല്ലാം കൂടെ വലിച്ച് വാരിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ ഒരിക്കലും നിൽക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ടയേർഡാവും, പിന്നെ ആ ഒരു പണിക്ക് നല്ല മടിയും പിടിക്കും കേട്ടോ. അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ ക്ലീനാക്കുക. അങ്ങനെ ഒരു മാസം മുന്നേ തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്കത് ഒരു വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. പിന്നെ കിച്ചണിലുള്ള പാത്രങ്ങളും ഉപയോഗിക്കാതെ വെച്ചിട്ട് നോമ്പിൻ്റെ ടൈമാകുമ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് കഴുകി വെക്കുന്ന കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പം ആ ഓരോ പാത്രങ്ങളും ഉപയോഗിക്കുക. പിന്നെ കുറേ വീടുകളിൽ കാണുന്നുണ്ട് ഗസ്റ്റ് വന്നാൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറേ പാത്രം അവിടെ മാറ്റി വെക്കും. വർഷത്തിൽ 1-2 തവണ ഗസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഉപയോഗിക്കുക. ഒരു പാത്രം ഒരു സെറ്റ് ഇപ്പം പിന്നെ കുറച്ച് നാൾ ഉപയോഗിച്ചാൽ പിന്നെ അതവിടെ വെച്ചിട്ട് അടുത്ത പാത്രം ഉപയോഗിക്കുക. അങ്ങനെ മാറി മാറി ഉപയോഗിച്ച് നോക്കുക. എന്നാൽ അങ്ങനെ പൊടി പിടിക്കുകയും ചെയ്യില്ല. പിന്നെ പിന്നീട് അതൊരു കഴുകി വെക്കൽ അതൊരു വലിയ ഭാരമായിട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പണിയൊന്നുമില്ല, ഞാൻ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് അങ്ങനെയില്ല. പിന്നെ ഈ ഡബ്ബകൾ കുപ്പികൾ അതെല്ലാം നമ്മൾ കഴിയുമ്പം തന്നെ കഴുകിയിട്ട് വെക്കുക. ഒരു 5 മിനിറ്റിൻ്റെ പണിയല്ലോ. ഇപ്പം മുളക് പൊടി കഴിഞ്ഞാൽ അത് കഴുകിയിട്ട് തന്നെ അതിലേക്ക് വീണ്ടും ഫില്ല് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അത് എല്ലാം കൂടെ തട്ടി ക്ലീനാക്കുന്ന പണിയുണ്ടാവും. ഏത് പാത്രമായാലും അരി വെക്കുന്ന പാത്രമായാലും എല്ലാ പാത്രവും അത് എന്തായാലും തീരുമല്ലോ ആ പാത്രത്തിലെ സാധനം. അപ്പോൾ അത് തീരുമ്പം തന്നെ കഴുകി വെക്കുന്നതാണെങ്കിൽ വലിയ ഭാരമായിട്ട് തോന്നില്ല. ഞാൻ പൊതുവേ അങ്ങനെയാണ് ചെയ്യൽ. എല്ലാം കൂടെ ഡബ്ബ നോമ്പിൻ്റെ ടൈമാകുമ്പോൾ എല്ലാം കൂടെ തട്ടി കഴുകി വെക്കുമ്പം അത് വലിയ പണിയായിട്ട് തോന്നും. ആ ഒരു പണിയെടുക്കാൻ വേണ്ടി ഭയങ്കര മടിയായിരിക്കും. പിന്നെ ചിലവർക്ക് അതായിരിക്കും എളുപ്പം, അപ്പോൾ അങ്ങനത്തെവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ ആ കഴിയുമ്പം തന്നെ കഴുകി വെക്കുമ്പോഴേ ഒരു 5 മിനിറ്റ് പോലും നമുക്കതിന് വേണ്ട. ഒരു ഡബ്ബ കഴുകാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് തന്നെ വേണ്ടല്ലോ. അത് പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ അതിൽ ഫില്ലാക്കിയാൽ മതിയല്ലോ. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മാസി രാവിലത്തെ ചായ കുടിക്കണത്ര. അവന് കുറേ ലേറ്റാവും എണീക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കോഫി ഉണ്ടാക്കലാണ്. പിന്നെ ഞാൻ ക്ലീനാക്കുമ്പോൾ ആദ്യം നനഞ്ഞ തുണി നല്ലോണം പിഴിഞ്ഞിട്ട് ആ പൊടിയെല്ലാം ഒന്ന് തുടച്ചെടുക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ പൊടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം വേറെ എന്തെങ്കിലും ലിക്വിഡ് ഇട്ടിച്ച വെള്ളത്തോണ്ട് ആദ്യം പിഴിഞ്ഞിട്ട് പിന്നെയും തുടക്കുന്നതാണ്. പിന്നെ എല്ലാം ഒന്ന് വീഡിയോ എടുത്താൽ ക്ലീനിങ് നടക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുഖം കാണാത്ത ഭാഗം മാത്രം ഞാൻ അതിൽ കാണിച്ചാണ്. വീഡിയോ എടുത്തിനെ, പക്ഷേ എല്ലാം കട്ട് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചതാണ്. പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ തലേന്ന് കബോർഡും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കുമ്പോൾ തന്നെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ടാണ് ബെഡ്ഷീറ്റൊന്ന് മാറ്റായിന്. പിന്നെ തലേന്ന് രാത്രി തന്നെ ഞാൻ മറ്റേ വണ്ണാമ്പലും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കിയിന്. അതിന് ശേഷം ബെഡ്ഷീറ്റ് മാറ്റി. പിന്നെ പൊടിയൊന്നും വീഴാനില്ലല്ലോ, അതാണ് ബെഡ്ഷീറ്റ് മാറ്റായിന്. പിന്നെ ഇതൊക്കെ കമൻറ്റിൽ വരും, നിങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എന്താ ബെഡ്ഷീറ്റ് മാറ്റായിന്. അപ്പോൾ തലേന്ന് രാത്രി മാറ്റിയതാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ തലേന്നാണ് ചെയ്തത്, പൊടി വീഴുന്ന കാര്യമെല്ലാം. അപ്പോൾ അന്നേരം മാറ്റിയിന്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൽത്തപ്പം. ഇത് മധുരമില്ല കൽത്തപ്പമല്ല, കറിയും കൂട്ടി കഴിക്കുന്ന കൽത്തപ്പമാണ്. കണ്ണൂർ ഭാഗത്തെല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രി തന്നെ 2 കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന്, സോക്ക് ചെയ്യാൻ വെച്ചിന്. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിന്. 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി. അത് പകുതി ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഒരു 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി.
ഇനി ഈ 2 കപ്പ് പച്ചരിയും 1 കപ്പ് ചോറും ഈ ഉള്ളിയും ചേർത്ത ഈ കൂട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരിക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിന്, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം കൂടെ ചേർക്കണം. അത് മറന്നു പോയതാണ്. നല്ല ഫ്ലേവറാണ് കേട്ടോ. പെരിഞ്ജീരകം ചേർത്താൽ ആണപ്പത്തിലിന് നെയ്പ്പത്തിലിന് എല്ലാം ചേർക്കൂല. അതുപോലെ പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. കുറച്ച് അരഞ്ഞതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചേർക്കുക. ആദ്യം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അരഞ്ഞതിന് ശേഷം തേങ്ങ ചേർക്കുക. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് അങ്ങനെ അരയണ്ട, എന്നാലും തേങ്ങ അതിലങ്ങനെ കാണാൻ പാടില്ല. പക്ഷെ ഒരു ഒതുങ്ങി വരുന്ന ആ ഒരു രീതിയില്ലേ, ആ ഒരു രീതിയിലെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഇല്ലതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ച് അരച്ചതിന് ശേഷം 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനി കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാൻ വെച്ചിന് അതിലേക്ക് നേരത്തെ പകുതി ഉള്ളിയല്ല ചേർത്തത്, ബാക്കി പകുതി നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ബിരിയാണിക്കെല്ലാം ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഉള്ളി. പിന്നെ ഈ കൽത്തപ്പം പല ആൾക്കാരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി പാത്രത്തിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക. ഞാൻ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുന്നത്, വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ. നെയ്യ് ചേർക്കുമ്പോൾ നല്ല ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇനി നേരത്തെ നേരിയതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇത് വഴറ്റുന്ന സമയത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കേണ്ട ഓർഡർ വന്നിട്ടുണ്ടായിന്. അത് ഞാൻ പറഞ്ഞല്ലോ, മുകളിലുള്ള പാവിയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കുന്നത്. അപ്പോൾ അത് മെഷീൻ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു പണിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, ഇക്കയും കൂടെ രണ്ടാളും കൂടെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കാനോ ജ്യൂസ് ഉണ്ടാക്കാനോ എല്ലാം ഈ സിറപ്പ് ഒഴിച്ചിട്ട് ആക്കുമ്പോൾ ഒരുപാട് തവണ ഇങ്ങനെ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം പെട്ടെന്ന് തന്നെ ആക്കാനും പറ്റും. ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കൽ നോമ്പിൻ്റെ ടൈമിലെല്ലാം നല്ലതാണ് കേട്ടോ. നാരങ്ങ വെള്ളമെല്ലാം കുടിക്കുന്നവർക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ്. ഈ സിറപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പം പഞ്ചസാര കലക്കിയിട്ട് ഉണ്ടാക്കുന്നതും ഇത് രണ്ടും ഉണ്ടാക്കി നോക്കുക, വേറെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ആ ടൈമിൽ മാസി നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ രീതിയിൽ വഴന്നാൽ മതി, നല്ലോണം ഇങ്ങനെ ഗോൾഡൻ ഫ്രൈ ഒന്നും ആവണ്ട. അപ്പോൾ അതിന് ശേഷം അത് ആ ഉള്ളിയിൽ നിന്ന് പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ നേരത്തെ അരച്ച് വെച്ച ആ കൂട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ പാന് നല്ലോണം ചൂടായിട്ടാണ് ഉള്ളതെങ്കിൽ പാനിന് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ചൂടിൽ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ അടി ഭാഗം ഇങ്ങനെ പൊങ്ങി വരും. അതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ഈ കൽത്തപ്പത്തിൽ പാന് നല്ലോണം ചൂടായിട്ടാണ് ഉണ്ടായിന്. പിന്നെ ഞാൻ ഫ്ലെയിം മാറ്റിയിട്ട് തന്നെ ഒഴിച്ചത്, പക്ഷേ പാത്രം നല്ല ചൂടാണ് ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ നടുവശത്തൊന്ന് പൊങ്ങി വരുന്നുണ്ട്. ഞാൻ പിന്നെ അത് കാണിക്കാം. ഇതിപ്പോൾ ഒരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നേരത്തെ ഫ്രൈ ആക്കിയ ഉള്ളി മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. ആ ടൈമിൽ കറി ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിലുള്ള സമയത്ത് ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഉണ്ടാക്കിയാൽ വയറ് നല്ലോണം ഫില്ലാവും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, കറിയും കൂട്ടി കഴിക്കാൻ. ഞാനിപ്പം ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസം തന്നെ ചെമ്മീൻ്റെ തൊലിയെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ടായിന്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ആ നരം ഇല്ലേ, കറുത്ത സാധനം, അത് കളഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം എനിക്ക് രാത്രി കുറച്ച് ക്ലീനിങ്ങും കാര്യമെല്ലാം ഉണ്ടായിനല്ല, കബോർഡും കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പിറ്റേന്ന് രാവിലെ അത് കളയാം, ഇത് തൊലിച്ചിട്ട് വെച്ചാൽ പകുതി പണി കുറഞ്ഞു കിട്ടുമല്ല, അങ്ങനെ വിചാരിച്ചിട്ട് മടി പിടിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ഇതിപ്പോൾ രാവിലെ അത് കളയൽ പണിയായി. തലേ ദിവസം തന്നെ കളയാനേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നത് കാണുമ്പോൾ. പിന്നെ അത് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും. എല്ലാം കൂടി ആകുമ്പോൾ ടൈം എടുക്കുക. ഇങ്ങനെ തൊലിച്ച് വെച്ചാൽ അത് കളയാൻ എളുപ്പമാണ്. അപ്പോൾ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ ഈ ഒരു സാധനം കളഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് കളയലാന്ന്.
ചെമ്മീനെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു തൊലി പൊളിച്ചത് കൊണ്ട് തന്നെ ആ കറുത്ത സാധനം കളയാൻ വലിയ പണിയൊന്നുമില്ല. വലിയ ചെമ്മീനായതുകൊണ്ട്, ചെറിയ ചെമ്മീനാണെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ കറീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ 2 മീഡിയം സൈസ് ഉള്ളിയും 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 3-4 തക്കാളി എടുക്കുക. ഇതിൽ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. ഇനി ചെമ്മീൻ കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നിങ്ങൾ മുളകിൻ്റെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി പൊടിയാണ്, അതുകൊണ്ട് തന്നെ എരിവില്ല. അപ്പോൾ നല്ല കളറും കിട്ടും. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകവും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. പിന്നെ ഈ കറിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം. അത് ഞാൻ തലേദിവസം അരച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനെ അരക്കുമ്പോൾ കുറച്ച് അധികം അരക്കും. ആ ഒരു ദിവസത്തേക്ക് മാത്രമല്ല അരക്കൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിറ്റേന്ന് കറി ഉണ്ടാക്കാനെല്ലാം നല്ല എളുപ്പമാണ്. അപ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടെ വേണം. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടാകുമ്പോൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇക്കാക്ക് നല്ലോണം ഉള്ളി വേണം കറിയിൽ. ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് കറിയിൽ, ഇങ്ങനെ വേണം കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് ചെറിയ ഉള്ളി ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഒന്ന് പൊരിച്ചെടുത്തിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുക അതിന്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുക. ഒരു 6 അല്ലി വെളുത്തുള്ളിയും 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും നല്ലോണം ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പൊടികളുടെ ആ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് എക്സ്ട്രാ പുളിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തതിന്. ചെറുതാണെങ്കിൽ 3-4 ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ക്ലോസ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുത്താൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി കുക്കായിട്ട് കിട്ടും. അപ്പോൾ 2 മിനിറ്റ് ക്ലോസ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തേങ്ങയിലും മസാലയിലും എല്ലാം പൊടികൾ ചേർത്താൽ നല്ല ഒരു ടേസ്റ്റാണ് കറിക്ക് കിട്ടുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കറിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ നല്ല പച്ച തേങ്ങ ഉണ്ടെങ്കിൽ പച്ച തേങ്ങ എടുക്കുന്നത് നല്ലത്. ഉണങ്ങിയ തേങ്ങ ഈ വറുത്തരച്ച് വെക്കുന്ന കറിക്കെല്ലാം നല്ലതാണ്. പക്ഷേ ഇതുപോലത്തെ കറിയെല്ലാം വെക്കുമ്പോൾ പച്ച തേങ്ങ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ തേങ്ങാപ്പാലിന് എല്ലാം പച്ച തേങ്ങയല്ല നല്ലത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈ കറി തിളക്കുന്നത് വരെ ക്ലോസ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ ഞാൻ ഉണ്ടാക്കിയ കലത്തപ്പം റെഡി ആകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 30-35 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചൂടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് ഈ നടുഭാഗം ഇങ്ങനെ പൊങ്ങി വന്നത്. അടിവശത്ത് അതുപോലെ ഇങ്ങനെ ഹോള് പോലെ വന്നിട്ടുമുണ്ട്. ഇതിപ്പോൾ ഒരു 35 മിനിറ്റ് കൊണ്ട് തന്നെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടണം. മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇതാ നടുക്ക് ഇങ്ങനെ ഹോൾസ് പോലെ വന്നത് നല്ല ചൂടുള്ള പാനിലേക്ക് ഒഴിച്ചിട്ടാണ്. ഞാൻ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് തന്നെയാണ് ഒഴിച്ചത്. എന്നാലും പാത്രം നല്ല ചൂടായിട്ടാണ് ഉണ്ടായിന്. പാത്രത്തിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടാകുമ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ക്ലീനാക്കി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തതിന്. കറീൻ്റെ തിക്നെസ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് തിക്ക് വേണ്ട, ഒരുപാട് ലൂസായിട്ടും വേണ്ട. ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉള്ളി വഴറ്റുമ്പം ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി ചെമ്മീനിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പില കീറിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇങ്ങനെ 2ആയിട്ട് കീറിയിട്ട് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ശരിക്കും കറിക്ക് കിട്ടുന്നത്.
ഇനിയിപ്പോൾ ഒന്നുമില്ല, ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. കറി തിളക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കറി റെഡിയാകുന്ന ആ ടൈമിൽ അന്നേരം ഉണ്ടായ പാത്രമെല്ലാം ക്ലീനാക്കി വെക്കലും കൗണ്ടർ ടോപ്പെല്ലാം തുടച്ച് വെക്കലും എല്ലാമാണ്. നേരത്തെ തലേന്ന് കഴുകി വെച്ച പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ആ ക്ലീനിങ്ങിൻ്റെ പണിക്ക് പോയതുകൊണ്ട് തന്നെ ഇതെല്ലാം മറന്നുപോയതാണ്. രാവിലെ എഴുന്നേറ്റ പാടെ ചെയ്യുന്നതാണ്, പക്ഷെ അന്ന് മറന്നുപോയതാണ്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളമെല്ലാം ആറിയിട്ടുണ്ടാവും, എന്നാലും തുടക്കാനുണ്ടാവും. എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ചിട്ടാണ് ഞാൻ എടുത്തു വെക്കൽ. ആ ടൈമിൽ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉമ്മാനോട് സംസാരിച്ചുകൊണ്ട് ഞാനിതിങ്ങനെ എടുത്തു വെക്കുന്നതാണ്. ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന്. ഞാനിത് പയ്യന്നൂർ ഷോപ്രീസിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ലിങ്കെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടല്ല വാങ്ങിച്ചത്, ഷോപ്രീസിൽ തന്നെ വാങ്ങിച്ചതാണ്. ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ ആ ടൈമിലേ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. കൽത്തപ്പം മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്കായാൽ റെഡി ആയിട്ട് മേൽഭാഗം മുരിഞ്ഞ് വരണമെങ്കിൽ മാത്രം മറിച്ചിട്ടാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരാൾ പണിക്കുണ്ടെന്ന്, അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, പക്ഷേ ഇങ്ങനെ കൽത്തപ്പം ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പിന്നെ ഒരു 2 ടേസ്റ്റ് നോക്കാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് പെട്ടെന്ന് ഞാൻ മുറിച്ച് കൊടുക്കലാന്ന്. അവർ തലേദിവസമേ വൃത്തിയാക്കുന്നുണ്ട്. മേലെ മെഷീൻ വെച്ചിട്ട് വാർപ്പിൻ്റെ മുകളിൽ മൊത്തം ഇങ്ങനെ പാവി പിടിച്ചത് മെഷീൻ വെച്ചിട്ട് കളയുമല്ലോ, അപ്പോൾ അത് വൃത്തിയാക്കുന്നത്. അപ്പോൾ തലേദിവസം കുറച്ച് ബാക്കി വന്നിന്, അപ്പോൾ അത് രാവിലെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു 10 മണിയെല്ലാം ആകുമ്പം തന്നെ അവരെ പണി കഴിഞ്ഞിന്. അപ്പോൾ അവർ പോകാൻ ഇറങ്ങിയതാണ്. അന്നേരം ഇങ്ങനെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് പെട്ടെന്ന് ഞാൻ എടുത്തു കൊടുക്കലാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എൻ്റെ മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിന്. 3 ടേബിൾ സ്പൂൺ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിനല്ല. അപ്പോൾ നല്ല കറിക്ക് കളറും കിട്ടും, എന്നാൽ ഒരു തേങ്ങ അരച്ച പോലെ തോന്നുകയും ചെയ്യില്ല. അങ്ങനെ ആയിട്ട് കിട്ടും കേട്ടോ മുളക് പൊടി അധികം ചേർത്താൽ. അപ്പോൾ ഇനിയിപ്പം ബാക്കിയെല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്ത് വെക്കലാണ്. ഇത് നല്ല എളുപ്പമാണ് കേട്ടോ. ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. രാത്രി ഡിന്നറായിട്ടും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ ദോശയും പത്തിൽ പാലപ്പം അതെല്ലാം ചുട്ടെടുക്കുമ്പോൾ അവിടെ നിന്ന് ചുടണ്ടേ. ഇതാകുമ്പോൾ അവിടെ ഒഴിച്ചു കൊടുത്താൽ ഒരു അരമണിക്കൂറിന് ശേഷം ആയി കിട്ടും. ആ ടൈമിൽ നമുക്ക് കറി ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ചൂട് പാനിൽ ഒഴിക്കാതെ ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒഴിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടില്ല. ഇക്ക ഫുള്ള് ടയേർഡായിന്, എന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഇക്കാക്ക് കൊടുക്കലാണ്. അതിന് ശേഷമാണ് നമ്മൾ ഇരുന്നിട്ട് കഴിച്ചത്. ഇന്നിപ്പം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ 2 വീഡിയോസ് ഇടണം എന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ കാര്യത്തിൻ്റെ എന്തെല്ലോ തിരക്ക് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് പറ്റുന്നത്ര ഇടാൻ നോക്കാം. ഇന്ന് രാവിലെയും കൂടെ കമൻറ്റ് വന്നിട്ടുണ്ടായിന് വീഡിയോസ് ഒന്നും ഇല്ലേ എത്താന്ന് വെച്ചിട്ട്. നല്ല സന്തോഷമുണ്ട് അങ്ങനത്തെ കമൻറ്റ്സ് കാണുമ്പോൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനും ഒരു എനർജി കിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആ കമൻറ്റ് ഇട്ട ആളോട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. കമൻറ്റ്സിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും തരാത്തവരുണ്ടെങ്കിൽ അത് കാണാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുമ്പോൾ അതിന് റിപ്ലൈ പറയാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ മാക്സിമം ഞാൻ സമയം കണ്ടെത്തിയിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.